ആൾ അടിക്കുന്നതിന് മുമ്പേ ഞാൻ എളുപ്പം പറഞ്ഞു, കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിന്റെ ഗോപുരം നോക്കിയാൽ ഇതൊന്നുമില്ലെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ ഉള്ളില് ഈ പുതിയ യെരൂശലേമിന്റെ ഗോപുരം ഇങ്ങനെ നിൽക്കുക. അത് നിന്നതുകൊണ്ട് എനിക്കത് വലുതായി തോന്നിയില്ല. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ കയറേണ്ടത് ഈ ആലയമാണ്. അത് നിങ്ങൾ പഠിക്കണം. അതിന്റെ ഗോപുരങ്ങൾ, അതിന്റെ വിസ്താരം, അതിന്റെ വീതി, അതിന്റെ പണി. ഇതാരാണ് പണിയുന്നത്? കേവലം ഒരു ചക്രവർത്തിയല്ല, കേവലം ഒരു പണക്കാരനല്ല. പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരാലയം പണിയുന്നു. കരമടിച്ച്. പ്രപഞ്ചത്തിന്റെ ശില്പി ഒരു പട്ടണം പണിയുന്നു. പ്രപഞ്ചത്തിന്റെ നാഥൻ തന്റെ മക്കൾക്ക് വേണ്ടി ഒരു വീട് പണിയുന്നു. അവരെ അവിടെ കൊണ്ടുവന്ന് രാപ്പകൽ ആരാധന നടക്കുന്നു. നല്ല ഇടയൻ തന്റെ ആടുകളെ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അവിടെ മരണമില്ല, അവിടെ രോഗമില്ല, അവിടെ ദുഃഖമില്ല. ഇവിടെ മീകായേലും ഗബ്രിയേലും മാലാകമാരും പൗലോസും പത്രോസും യോഹന്നാനും ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരോട് ഒന്നിച്ച് തേജസ്സോടെ, കാണാൻ കഴിയുന്ന കണ്ണുകളോടെ, കേൾക്കാൻ കഴിയുന്ന ചെവികളോടെ, ചിന്തിക്കാൻ കഴിവുള്ള ചിന്താമണ്ഡലത്തോടെ, തിരിച്ചറിയാൻ കഴിയുന്ന രൂപസാദൃശ്യങ്ങളോടെ, അനുഭവിക്കാൻ കഴിയുന്ന സെൻസേഷനുള്ള ശരീരത്തോടെ, അപ്പോൾ തന്നെ മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദൂതുതുല്യമായ ശരീരത്തോടെ, നമുക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ച്, നമുക്ക് വേണ്ടി ഗോൽഗോത്തായിൽ മരിച്ച്, നമുക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ അരുമനാഥന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കും. അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് സ്നാനപ്പെടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വേർപെടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വിശുദ്ധിയോട് ജീവിക്കണമെന്ന് പറയുന്നത്. എവിടെ പോകാൻ? ഈ പുതിയ യെരൂശലേമിൽ പോകാൻ, ഈ ആലയത്തിലേക്ക് പോകാൻ. അവിടേക്ക് പോകാനായിട്ട് ചില താഴ്വരകളുണ്ട്. ഒരു പർവ്വതത്തിൽ നിന്ന് നമ്മളൊരു പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ ആ പർവ്വതം തൊട്ടുരുമി നിൽക്കുന്ന പോലൊക്കെ തോന്നിപ്പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അതിന്റെ താഴ്വര ചിലപ്പോൾ 10, 25, 50 മൈൽ കാണും. പക്ഷെ അകലെ നിന്ന് നോക്കുമ്പോൾ എല്ലാം അടുത്തടുത്തിരിക്കുന്ന പോലെ തോന്നും. അപ്പം സങ്കീർത്തനക്കാരൻ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം താൻ ആലയം കാണുകയാണ്. അവിടേക്ക് താൻ പോകുകയാണ്. അവിടെയാണ്. ഇവിടെ തനിക്ക് ദീർഘായുസ്സുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തം മകൻ പോലും തന്നെ കൊല്ലാൻ ഓടിക്കുക, അബ്ശാലോം. സ്വന്തം അമ്മായിയപ്പൻ പോലും തന്നെ കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനൊരു പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ദീർഘായുസിലൊന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല. പക്ഷേ തനിക്ക് വേണ്ടി പണിയുന്ന ആ ദേവാലയത്തിൽ താൻ ആരാധിക്കുന്ന ആ രംഗം താൻ കാണുകയാണ്. പക്ഷേ അവിടെ എത്തണമെങ്കിൽ അത്ര ഈസിയായ കാര്യമല്ല. ഒരു 3-4 താഴ്വരകളുണ്ട്. ആ താഴ്വര ക്രോസ് ചെയ്യണം. ആ താഴ്വര ക്രോസ് ചെയ്താലേ ഈ ആലയത്തിലെത്തും. ആ ക്രോസ് ചെയ്യാനുള്ള ബലം കിട്ടേണ്ടതിനാണ് ഇവിടെ പുല്ലും വെള്ളവും എല്ലാം തരുന്നത്, തളർന്നു പോകാതിരിക്കാൻ. സ്തോത്രം. ഈ പുല്ല് എന്ന് പറയും ദൈവവചനം, ഇടയിൽ നൽകുന്ന വചനം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വചനം വായിച്ച് ധൈര്യപ്പെടണം. അല്ലെങ്കിൽ താഴ്വരയിൽ ഇടറിപ്പോകും, മടങ്ങിപ്പോകാൻ തോന്നും, കാലിടറും. ഇടയൻ വെള്ളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിൽ നിറയണം. ദൈവവചനം പഠിക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിറയുന്നതും ഇവിടെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, ആലയത്തിലെത്താൻ വേണ്ടി കൂടിയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഏതെങ്കിലും